ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. ഞാൻ അനന്തു. അപ്പം എല്ലാവരും നവോദയയുടെ എക്സാം അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടല്ലേ. 6th നവോദയ എന്ന് പറയുന്ന ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം എളുപ്പമായിരുന്നു. കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് മാത്രം കൺഫ്യൂസിങ് ചോദിച്ചു. മെൻ്റൽ എബിലിറ്റി സൈഡിൽ പറയുമ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അത് നമുക്കിനി ആൻസർക്ക് വന്നു കഴിയുമ്പോൾ ഏതാണ് നമുക്ക് കറക്റ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയത് എന്ന് നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ മാത്സിലും കുറച്ച് ക്വസ്റ്റ്യൻ വളച്ച് ചോദിച്ചു എന്ന് വിട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പക്ക സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഹാർഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴും ഞാൻ പറയുമായിരുന്നു, സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മതി. ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയും പിന്നെയും ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ ക്ലാസ്സിൽ പറയുമായിരുന്നു. സെയിം അതേപോലെ തന്നെ ബേസിക് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാ പേരൻസിൻ്റെയും ഒറ്റ ചോദ്യമായിരുന്നു എക്സാം കഴിഞ്ഞ് എന്ന് റിസൾട്ട് വരും. രണ്ടാമത്തെ ചോദ്യം കട്ട് ഓഫ് എത്രയാണ്, എന്ന് റിസൾട്ട് വരും എന്നതിനുള്ള ഉത്തരം സാധാരണ എപ്പോഴും കാണുന്നത് എക്സാം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ, 9th കൂടെ എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് റിസൾട്ട് വരിക. അപ്പോൾ നമുക്കൊരു 2 മാസം സമയം കൊടുക്കാം. 2 മാസം തീരാറാവുമ്പോഴത്തേനും വരണം. അതാണ് ഇതുവരെ വന്നിട്ടുള്ള ഒരു രീതി. ഇനി ഈ പ്രാവശ്യം എക്സാം ഡിസംബറിലേക്ക് ആയതുകൊണ്ട് ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അത് അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കട്ട് ഓഫ് ഇതുവരെ കട്ട് ഓഫ് ഒന്നും വന്നിട്ടില്ല. ഇപ്പം ഞാൻ പുറകിൽ ഇട്ടിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെയാണ്. കഴിഞ്ഞ വർഷം 18/1/2025 ജനുവരിയിൽ എഴുതിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി. ഇപ്പം നമ്മളെന്ന് പറയുന്നത് 2026 ബാച്ചാണ്. 2025 ബാച്ചിലെ കട്ട് ഓഫ് ആണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ കോളം കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് നെയിം ഉണ്ട്, ഡിസ്ട്രിക്റ്റ് കോഡ് ഉണ്ട്, ഡിസ്ട്രിക്ട് നെയിം, ബ്ലോക്ക്, ജെൻഡർ, കോട്ട, കട്ട് ഓഫ് മാർക്ക്, ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡിസ്ട്രിക്റ്റ് നോക്കുമ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഇട്ടിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. എറണാകുളം ഡിസ്ട്രിക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ കുറേ ആൾക്കാരുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ബോയ്, ഗേൾ, റൂറൽ OBC, റൂറൽ SC ST, OBC, SC SC, UR ST. അപ്പം ഈ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ബ്ലോക്കുകളാണ്. ഈ ബ്ലോക്കിലുള്ള ആരും നിലവിൽ പരീക്ഷ എഴുതിയിട്ടില്ല. ഓക്കെ, ബാക്കി വരുമ്പോൾ ഇവിടെ മുതൽ നമുക്ക് ബ്ലോക്കിൽ ആൾക്കാരുണ്ട്. ഓക്കെ, ബ്ലോക്ക് നമ്പർ നോക്കിയേ 2. ബ്ലോക്ക് നമ്പർ 2 നമ്മൾ എന്തെടുക്കുന്നുണ്ട്? ബോയ്സും ഉണ്ട്, അതേപോലെ തന്നെ അവിടുന്ന് ഗേൾസിനെ എടുത്തിട്ടുണ്ട്. 82.50 ആണ് റൂറലിൽ നമുക്ക് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ഏത് ബ്ലോക്കിൽ? 2ാമത്തെ ബ്ലോക്കിൽ. കട്ട് ഓഫ് മാർക്ക് ഡിസ്ട്രിക്റ്റിന് വേറെയാണ്, ബ്ലോക്കുകൾക്കും വേറെയാണ് വരിക. എല്ലാവർക്കും ഒരേ കട്ട് ഓഫും എല്ലാവർക്കും ഒരേ ഇതും അല്ല ഉള്ളത്. ഓരോ ബ്ലോക്കിനനുസരിച്ചും കട്ട് ഓഫുകൾ ചേഞ്ച് ചെയ്യും. നോക്കി, 4ാമത്തെ ബ്ലോക്ക് എടുക്കുമ്പോൾ ബോയ്സിൻ്റെ കാറ്റഗറിയിൽ വരുമ്പോൾ 77.50 ഗേൾസിന് 76.25 ആണ്. കാരണം എന്താ, ഇവിടെ ഈ ഗേൾസിന് വന്നപ്പം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗേൾസ് സ്റ്റുഡൻസിന് കുറച്ചും കൂടിയും കൺസെഷൻ ഉണ്ട് അല്ലേ, പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി കൺസെഷൻ വരുന്നുണ്ട്. നോക്കി, അതേപോലെയാണ് 5ൽ വരുമ്പോഴും 77.50. അപ്പോൾ റൂറലിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് ശ്രദ്ധിക്കുക. 77.50 നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഓപ്പൺ സീറ്റിൽ നമുക്ക് പറയാം, ഈ ഓപ്പൺ സീറ്റിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പം അർബൻകാർ ശരിക്കും ഇതിലൊന്നും അർബൻ പറയുന്നില്ലല്ലോ സാർ എന്ന്. അങ്ങനെയല്ല, ഓൾറെഡി 20%, 20% അവരവിടെ അർബന് വേണ്ടി എടുത്ത് വെച്ചിരിക്കും കേട്ടോ. ഓക്കെ, അതേപോലെ എറണാകുളത്ത് ബാക്കി ഉണ്ട്, നമുക്കിത് പറയാം. നോക്കിയാൽ there is a block wise reservation only for rural UR quota, hence cut off mark for different block in same district may not be same. ഇവിടെ ഇവർ നമ്മൾ പറയുന്ന അർബൻകാർക്ക് സ്പെസിഫൈ ചെയ്യാത്തതിന് കാരണം ഒരു 20%, ഇപ്പം ഒരു റാങ്ക് ലിസ്റ്റ് വരിക, അതിൽ 20% ആൾക്കാരെ എടുക്കുന്നു. അതിൽ എന്ത് കൊടുക്കും? ഓരോ ബ്ലോക്കിലും SC ST SC അതേപോലെ OBC ഇതെല്ലാത്തിനും എന്തും വരുന്നുണ്ട്? ഈ പറയുന്ന അർബൻ ഏരിയയിലും വരുന്നുണ്ട്. അപ്പം അതെല്ലാം വെച്ചിട്ടായിരിക്കും അവർ പറയാം. അപ്പം നമുക്ക് നോർമൽ കട്ട് ഓഫ് ആയിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവരെക്കാൾ ഒരു പടി കൂടുതൽ ആർക്ക് കട്ട് ഓഫ് വരിക? അർബൻ കുട്ടികൾക്ക് വരിക. അപ്പോൾ നോക്കിയേ, 8ാമത്തെ ബ്ലോക്കിൽ 65 ഉണ്ട്. 60 നമ്മൾ നേരത്തെ കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്, എറണാകുളത്തെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 85 ആണ്. കണ്ടോ, 85 നമുക്ക് വന്നിട്ടുണ്ട്. 85 ഓപ്പൺ URലാണ്. അപ്പോൾ ഓപ്പണിൽ വരുമ്പം അർബൻകാരും അതിനകത്ത് പെടും. 85 മാർക്ക് കേട്ടോ. ഓപ്പൺ സീറ്റിൽ വരുമ്പോൾ 85, അതേപോലെ അർബൻ വരുമ്പോൾ നിങ്ങൾ 82 മാർക്ക് OBCക്കാർ
സ്കോർ ചെയ്തിരിക്കണം. SC/ST കുട്ടികളാണ് എങ്കിൽ SC ബോയ്സ് ആണെങ്കിൽ 81ഉം ഗേൾസ് ആണെങ്കിൽ 75ഉം സ്കോർ ചെയ്യണം. ഓക്കെ, അതേപോലെ നോക്കിയാൽ 83 ഓപ്പൺ URL 83 85 നമുക്ക് ജനറൽ കാറ്റഗറി വൈസിലും അവരവിടെ സ്കോർ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്നത്. ഇതേപോലെ സെയിം നമുക്ക് ഇടുക്കിക്കും ഉണ്ട്. ഇടുക്കിക്ക് വരുമ്പോൾ മെയിനായിട്ട് നമുക്ക് പറയുമ്പോൾ ഓപ്പൺ URL നമുക്ക് 82 ആണ്, 82.50 ആണ് നമുക്ക് അവിടെ മെയിനായിട്ട് നമ്മുടെ അർബൻ കാർക്കുള്ള കട്ട് ഓഫ്. കഴിഞ്ഞ പ്രാവശ്യം റൂറൽ ഏരിയയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വന്നിട്ടുള്ള കട്ട് ഓഫിൻ്റെ ഏറ്റവും വലുതെന്ന് പറയുന്നത് 78 ആണ്. 78 മാർക്ക് വരെ സ്കോർ ചെയ്തവർക്ക് എവിടെ കിട്ടിയിട്ടുണ്ട്? നമ്മുടെ നവോദയയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്കിൽ നിന്ന് ഇത്ര ആൾക്കാരെയാണ് എടുക്കുക കേട്ടോ. അതും കൂടെ നിങ്ങൾ നോക്കണം. അതിനനുസരിച്ച് അവരുടെ ആ 80 സീറ്റ് തികയ്ക്കുന്നത് മീൻസ് 20 ഓൾറെഡി അർബനിൽ പോയി, ബാക്കിയുള്ള 60 സീറ്റിനെയാണ് ഇത്രയും ബ്ലോക്കുകളിലിട്ട് അവർ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, ദെൻ നമ്മളിനി കാസർഗോഡ് വരുവാണെങ്കിൽ കാസർഗോഡ് 83 വന്നിട്ടുണ്ട് അർബന്. റൂറലുകാർക്ക് വരുമ്പോൾ നമുക്ക് 81 വരുന്നുണ്ട്. 81 വന്നിട്ടുള്ള ബ്ലോക്കുകളുണ്ട്. ഈ പറയുന്ന ബ്ലോക്ക് 3 ബ്ലോക്ക് 5 81 വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കട്ട് ഓഫ് മാർക്ക്. ദെൻ പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ഓപ്പൺ URL 80-81 റേഞ്ചിൽ അർബൻ കാർക്കും ഉണ്ട്. റൂറലുകാർക്ക് വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 70 ആണ്, 77 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് കണ്ണൂരിലേക്ക് വരുവാണെങ്കിൽ ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറും എളുപ്പമായിരുന്നു. സോ നമുക്കിതിൽ വേരിയേഷൻസ് ഉറപ്പായിട്ടും വരും. എങ്കിലും ഈ ഒരു മോഡലിലായിരിക്കും വരിക. ഏറ്റവും കൂടുതൽ കൺസെഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം റൂറൽ ഏരിയയ്ക്കും അർബൻ ഏരിയയ്ക്കും എന്നുള്ള കാറ്റഗറിയിലാണ്. റൂറലിലുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത് വരുന്നത് കണ്ണൂർ സൈഡിൽ വരുമ്പോൾ 87 മാർക്ക് കണ്ടോ, 87 മാർക്ക്. അപ്പോൾ കണ്ണൂർ നല്ല അടിയുണ്ടായിരുന്നു. 87 മാർക്ക് അർബനിൽ കയറി വന്നു. റൂറലിൽ കണ്ണൂർ നമുക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ 86. അവിടെയും 86 തന്നെ. 10ാമത്തെ ബ്ലോക്കിൽ 86 കണ്ടോ. അർബൻ കുട്ടികളോടൊപ്പം തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. കാരണം ഇവിടെ 87 വന്നു, ഇവിടെ 86 അടുത്ത് തന്നെ നമുക്ക് കട്ട് ഓഫ് വന്നു. ഇനി കോട്ടയം ഡിസ്ട്രിക്റ്റിലേക്ക് വരുവാണെങ്കിൽ കോട്ടയം സ്റ്റാർട്ടിങ് ഇവിടെയാണ്. കോട്ടയത്തിന് 86-85 തന്നെയാണ് വരുന്നത്. 86-85 ആണ് കട്ട് ഓഫ് വരുന്നത്. ഇനി റൂറൽ ഏരിയയിലെ കുട്ടികളിലേക്ക് വരുമ്പോൾ കോട്ടയം റൂറൽ ഏരിയയിൽ 82 ആണ്. 82 മാർക്കിന് മുകളിലുള്ള ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടും. 82.50 മുകളിൽ പോകണം കേട്ടോ. ഓക്കെ, ദെൻ ഇനി കോഴിക്കോട് വരുമ്പോൾ നമുക്ക് കോഴിക്കോട് ഓപ്പൺ URL നമുക്ക് 85 മാർക്ക്, ബോയ്സിനായാലും ഗേൾസിനായാലും അർബൻകാർക്ക് 85 മാർക്ക് സ്കോർ ചെയ്യണം. റൂറൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സ്കോർ 83 മാർക്കാണ് അവിടുത്തെ കട്ട് ഓഫ്. 83.75 വേണം കേട്ടോ. 83.75 മുകളിൽ തന്നെ പോകണം. ദെൻ ഇനി തൃശ്ശൂരിലേക്ക് വരുവാണ് എങ്കിൽ ഓപ്പൺ URL 83 ബോയ്സിനും 81 ഗേൾസിനും. അപ്പോൾ ഈ പ്രാവശ്യം കൂട്ടിക്കോ, ഒരു 85.75 ആണ് തൃശ്ശൂരിന്. ഗേൾസിന് വരുമ്പോൾ അതൊരു 83 റേഞ്ചിലും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്ക് തൃശ്ശൂരൊക്കെ അടിയുള്ള സ്ഥലമാണ്, അതുകൊണ്ട് കേട്ടോ. പിന്നെ നോക്കിക്കേ, അടുത്തത് റൂറൽ ഏരിയയിലേക്ക് വരുവാണ്. റൂറൽ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടുത്തെ കട്ട് ഓഫ് നോക്കിയാൽ ബ്ലോക്കിൽ ഇതിപ്പം നിങ്ങൾ നോക്കുന്നുണ്ട്, ഇവിടെ ഗേൾസ് കുറവാണല്ലോ സാർ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിച്ചില്ലേ? കാരണം എന്താ? അവിടെ ഗേൾസ് കുട്ടികൾ എഴുതിയിട്ടില്ല. അവിടെ എഴുതാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, വളരെ കുറവാണ്. കാരണം 12 പെൺകുട്ടികൾ എഴുതിയിട്ടേ ഇല്ല. ആൺകുട്ടികൾ മാത്രമേ ബ്ലോക്ക് നമ്പർ 12 കഴിഞ്ഞ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഗേൾസ് വരാത്തത് കണ്ടോ. എഴുതിയിട്ടുള്ള സ്ഥലങ്ങളിൽ ബ്ലോക്ക് 3 ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റൂറലിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് തൃശ്ശൂരിന് റൂറലിൽ കട്ട് ഓഫ് 82 ആണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് പാലക്കാട് വരുവാണെങ്കിൽ 83.75 ആണ് അർബൻ കുട്ടികൾക്ക്. റൂറൽ കുട്ടികൾക്ക് വന്നിട്ടുള്ളത് 81
81.25, 81.25. ഇതിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതലാണ് പറയുന്നത്. ഓരോ ബ്ലോക്കിനും വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ബ്ലോക്ക് ഏതാണോ അത് നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിനടുത്തത് മലപ്പുറം വരുമ്പോൾ നമുക്ക് ഓപ്പൺ യു ആറിൽ 82.50 അർബനിന്. റൂറൽ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു മലപ്പുറം വരുമ്പോൾ 80 സ്കോർ ചെയ്താൽ മതി. 80 സ്കോർ ചെയ്താൽ ദേ ആർ സേഫ്. ഇനി ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഓപ്പൺ യു ആർ 87.50, 87 മാർക്ക് വാങ്ങണം. ഓക്കെ, ദെൻ അതിൽ റൂറലിലേക്ക് വരുമ്പോൾ അവിടെ നല്ല ടൈറ്റ് ആണ് കേട്ടോ. ആലപ്പുഴയിൽ നോക്കി 85, 83, 81, 85 മാർക്ക് വേണം. 85 മാർക്ക് വേണം. 87 അർബൻ എങ്കിൽ 85 റൂറലുകാർ സ്കോർ ചെയ്യുന്ന ബ്ലോക്കുകളുണ്ട് നമുക്ക് കേട്ടോ. അങ്ങനെയും ബ്ലോക്കുകൾ നമുക്കുണ്ട്. സോ അവിടെ നമ്മൾ നോക്കുക. ഇനി കൊല്ലം വരുമ്പോൾ കൊല്ലം ഓപ്പൺ യു ആർ നമുക്ക് 86, 87 റേഞ്ചിൽ പോവാണ്. 88 മാർക്കൊക്കെ നമുക്ക് വേണം. ഓക്കെ, ദെൻ റൂറൽ ഏരിയയിൽ വരുമ്പോഴും അതേപോലെ തന്നെയാണ്. കൊല്ലത്ത് മാറ്റമൊന്നുമില്ല, കാരണം നല്ല അടിയുള്ള സ്ഥലമാണ് കൊല്ലം. നോക്കി 86, 87, റൂറൽ 82, 85 ഉണ്ട് കണ്ടോ. 85 ഉണ്ട്, 85 വരുന്നുണ്ട്. നോക്കി ഓപ്പണിലും എവിടെയാ, അർബനും 85 ഇവിടെ 85 വന്നിട്ടുണ്ട് കണ്ടോ. 8ാമത്തെ ബ്ലോക്കിലൊക്കെ റൂറലുകാരും എന്ത് തന്നെ സ്കോർ ചെയ്യണം, 85 തന്നെ സ്കോർ ചെയ്യണം. അവിടെ ഗേൾസും എന്ത് സ്കോർ ചെയ്യണം, 83 സ്കോർ ചെയ്യണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് ഉണ്ട് കണ്ടോ. ഇവിടെ SC ഇത് വരുമ്പോൾ അല്ലെങ്കിൽ ST വരുമ്പോൾ ഇങ്ങനെ മാറ്റം വരുന്നുണ്ടല്ലോ. എന്താണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. അത് ഓരോ സ്ഥലത്തെ കുട്ടികളുടെ എണ്ണം അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അവിടെ വരിക കേട്ടോ, മാറ്റങ്ങൾ വരിക. അതേപോലെ ഓരോ ബ്ലോക്കിനും ഓരോ കട്ട് ഓഫ് ആണ്. ദെൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അവിടെ ഡിസേബിൾ കോട്ടയുണ്ട് കേട്ടോ, 60 മതി. നമുക്ക് ഓപ്പൺ യു ആറിൽ 88.75 വേണം. 88. ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല. റൂറൽ ഏരിയയിൽ ഈ 87 അടുത്ത് നമുക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ വയനാട് വരുമ്പോൾ വയനാടാണെങ്കിലും ഓപ്പൺ യു ആറിൽ 82, 81 നമുക്ക് വന്നിട്ടുള്ളത്. 82, 81 ഉണ്ട്. അതേപോലെ നമുക്ക് റൂറലിൽ കണ്ടോ, അവിടെ റൂറൽ കുറവാണ്. പകുതി ആൾക്കാർ പോലും എഴുതിയിട്ടില്ല. എഴുതുന്ന ആൾക്കാരുടെ ഇത് കുറവാണ്. സോ ആ സമയത്ത് കേട്ടോ, ഇപ്പോഴത്തെ അല്ല, ആ സമയത്തെ. അപ്പം എന്തായി നോക്കി, അവിടെ 71, 70, 73 ആണുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ മധ്യപ്രദേശിൽ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കൂ. മധ്യപ്രദേശിൽ ഓപ്പൺ യു ആർ എന്ന് പറയുന്നത്, ഓപ്പൺ യു ആറിൻ്റെ മാർക്ക് കണ്ടോ, 97 മാർക്ക് മധ്യപ്രദേശിൽ സ്കോർ ചെയ്യുന്ന ഒരാൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അർബനിൽ സീറ്റ് കിട്ടുള്ളൂ. ഇനി റൂറൽ ഏരിയയിൽ തന്നെ വരുവാണെന്ന് വെച്ചോ, റൂറൽ ഏരിയയിൽ കണ്ടോ നോക്കി 92, 95, 96, 86, 78 കണ്ടോ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്ത് ഭാഗ്യമുള്ളവരാ. നമ്മുടെ 7ഉം 6ഉം ഇട്ട് കറക്കമാണ്, മൊത്തം 7 അവിടെ 99, 95, 96, 92 ആണെങ്കിൽ നമുക്ക് 80, 71, 77, 75 ഇതൊക്കെയാണ്. അപ്പം ഏറ്റവും സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല മാർക്ക് വാങ്ങാം കേട്ടോ. അപ്പം നിങ്ങൾ എഴുതിയിരിക്കുന്ന മാർക്കുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര വരും എന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് നിങ്ങളൊന്ന് മാനേജ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതായിരിക്കില്ല, നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരും, ഓരോ ബ്ലോക്കിനനുസരിച്ച് മാറ്റങ്ങൾ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. റിസൾട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ആരും ലെഫ്റ്റ് ആവരുത്. ഫ്രീ ഗ്രൂപ്പിലൊക്കെ അവിടെ തന്നെ സ്റ്റേ ചെയ്യുക. റിസൾട്ടും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ തന്നെ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെല്ലാവരും നവോദയ പഠിച്ചിറങ്ങി. അപ്പം നിങ്ങളുടെ തൊട്ട് താഴെ അനിയന്മാരോ കസിൻസോ അങ്ങനെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക, അടുത്ത വർഷത്തേനുള്ളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് നവോദയയുടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 4ൽ കൂടെ പോകുന്നു, 5ൽ നമുക്ക് നമ്മുടെ ബാച്ചിനൊപ്പം പോകുന്നു വീണ്ടും. അങ്ങനെ നമുക്ക് എന്താ പറയുക, കുറച്ച് ലോങ് ടേം ബാച്ചായിട്ട് പോകുന്ന ഒരു ബാച്ചാണ്. ഏറ്റവും കൂടുതൽ അഡ്മിഷൻസ് നവോദയയിലേക്ക് പോകുന്നത് നമ്മുടെ ലോങ് ടേം ബാച്ചിൽ നിന്നാണ്. സോ നമ്മുടെ ലോങ് ടേം ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് 9496949929 നമ്പറിലേക്ക് വിളിക്കുക. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, 4th വെക്കേഷനിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, 5th കയറുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് പോർഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ലോങ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് വേഗം തന്നെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.